ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഈ ചിക്കൻ്റെ കഴുത്തു പീസൊക്കെ സാധാരണ ഒഴിവാക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ബാലൻസ് പീസ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം ഇവിടെ തയ്യാറാക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പെരിഞ്ചീരകം, അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പാകത്തിനുള്ള ഉപ്പ്, ഒന്നൊന്നാം കണ്ട് വഴറ്റിയെടുക്കാം കേട്ടോ. 2 പച്ചമുളക്, അത് നടു കീറിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്നുകൊണ്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി, നമ്മളിതൊക്കെ ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ മസാലകളൊക്കെ ഏകദേശം നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പച്ചമണം പോകുന്നത് വരെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പൊടികളൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളത് ഗ്രേവിയൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ അത് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളത് ഗ്രേവിയൊക്കെ ഏകദേശം ഒന്നിങ്ങനെ കണ്ടില്ലേ, നമ്മളെ ഗ്രേവിയൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കിട്ടുക. എന്നിട്ട് ഇത് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം, നല്ലൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഏകദേശം ഗ്രേവിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വൈറ്റ് കളർ എള്ള് എടുത്തിട്ടുണ്ട്. നമ്മളെ ഗ്രേവിയൊക്കെ നല്ല വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ ബീഫ് ഫ്രൈ, അതായത് നമ്മളെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് കിട്ടല്ലോ, അപ്പോൾ അതും കൂടി ആയപ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെ തയ്യാറാക്കി നോക്കുക. സംഭവം ഇത് വയ്ക്കണം. നമ്മളെ കപ്പ പൊറോട്ട ഇതിനൊക്കെ നല്ല കോമ്പിനേഷൻ ആവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.